ലിനൻ ഫാബ്രിക്കിൽ ഹാൻഡ് വർക്കിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആണ് വന്നിരിക്കുന്നത്. അതും ഒരു പേൾ ക്രീമാണ് സാരിയുടെ ബോഡി. പേൾ ക്രീമിൽ ഡിഫറെന്റ് കളർ പാലറ്റിലുള്ള ഹാൻഡ് വർക്ക് ആയിരിക്കും വരുന്ന സാരി. ഫസ്റ്റ് സാരി ഞാനിപ്പോൾ എടുത്ത് കാണിക്കുന്നത് പേൾ ക്രീമും നല്ലൊരു ബ്ലൂവും കൂടിയുള്ള കോമ്പിനേഷനിലാണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും. ഫുൾ ബോഡിയിലും വർക്ക് വരുന്നുണ്ട്. ഒരു സിമ്പിൾ ബോർഡറാണ് സാരിക്ക് രണ്ട് സൈഡിലും വരുന്നത്. ബോർഡർ എന്ന് പറയാൻ പറ്റത്തില്ല, അത് ആ ബോഡിയായിട്ട് വളരെ സട്ടിലായിട്ട് നിൽക്കുന്ന പാറ്റേണിലാണ് ഒരു വൂവൺ ഡിസൈൻസ് വരുന്നത്. ബോഡിയിൽ ഈ ഒരു സ്റ്റൈലായിരിക്കും. ഫുൾ ആ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട്. ക്ലോസറിൽ കാണിക്കാം കേട്ടോ ഞാൻ. വളരെ കംഫർട്ടബിൾ ആണ്. ലിനനും കോട്ടനും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ മെറ്റീരിയൽ. അതിൽ ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. നല്ലൊരു നേവി ബ്ലൂ ആണ്. ഓക്സ്ഫോർഡ് ബ്ലൂ നേവി ബ്ലൂ കൂടി ചേർന്ന് വരുന്ന നല്ലൊരു ടോണിലാണ് ആ ഒരു ഹാൻഡ് വർക്കും അതിലൊരു സ്വീക്കൻസ് വർക്കും വരുന്നുണ്ട്. സിമ്പിൾ ബോർഡർ. ഇതിന്റെ ബോഡിയിലും ഒരു ടെക്സ്ചേർഡ് ബോഡിയാണ് വരുന്നത്. കണ്ടോ, ഈ ഒരു പാറ്റേണിലാണ് ഒരു മൾട്ടി കളറിലൊരു ത്രെഡ് വരുന്നുണ്ട് ഈ ഒരു ലിനൻ ഫാബ്രിക്കിൽ. ഈ ഒരു സ്റ്റൈലിലായിരിക്കും ആ ഒരു ബോഡി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കളറിലുള്ള ഹാൻഡ് വർക്ക് വരുമ്പോൾ നല്ലൊരു ലുക്കാണ് സാരിക്ക്. ഇതായിരിക്കും ഹാൻഡ് വർക്കിന്റെ പല്ലു. വിത്ത് കാന്ത വർക്കിൽ സ്വീക്കൻസ് വർക്കിലായിരിക്കും മുന്നേരുടെ എൻഡ് ഫിനിഷ് ചെയ്യുന്നത്. ലിനൻ കോട്ടൺ ആയതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന ഒരു പാർട്ടി വെയർ സാരിയാണ്. അതും വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലുമാണ് സാരി വന്നിരിക്കുന്നത്. ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും സാരിക്ക്. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട് സാരി. ബ്ലൗസിലും ഇതേ പാറ്റേണിൽ തന്നെ ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് ആയിരിക്കും ബ്ലൗസിൽ വരുന്നത്. ഞാൻ അടുത്ത സാരി വരുമ്പം ബ്ലൗസ് ഡീറ്റെയിൽ കാണിക്കാം. കാരണം രണ്ട് സ്ലീവിലും ബാക്ക് പോർഷനിലും കംപ്ലീറ്റ് ഈ ഒരു ബ്ലൂ ടോണിൽ, ഈ ഒരു സാരിക്കാകുമ്പോൾ ബ്ലൂ ടോണിൽ തന്നെയുള്ള ഫുൾ വർക്ക് ആയിരിക്കും ബ്ലൗസിൽ വരുന്നത്. എല്ലാ കളേഴ്സും നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. ഇത് വരുന്നത് പീകോക്ക് ഗ്രീനും സഫേർ ഗ്രീനും അക്വാ ഗ്രീനും കൊണ്ടുള്ള കോമ്പിനേഷനിലാണ് ആ ഒരു ഹാൻഡ് വർക്കിന്റെ പാറ്റേൺ വരുന്നത്. ബോഡി സെയിം തന്നെ, പേൾ ക്രീമിൽ തന്നെ ആയിരിക്കും ബോഡി വരുന്നത്. സോഫ്റ്റ് ലിനൻ കോട്ടൺ ആണ് ഫാബ്രിക്. സെയിം സ്റ്റൈൽ ആ ഒരു പീകോ ഗ്രീനിൽ തന്നെയുള്ള ഫ്ലോറൽ മോട്ടീവ്സ് ആയിരിക്കും ത്രൂ ഔട്ട് ദ ബോഡി. സെയിം സ്റ്റൈലിൽ തന്നെ ഒരു ഡാർക്ക് ബ്രൗൺ ആൻഡ് ഗ്രീനിലായിരിക്കും ഒരു ഹാൻഡ് വർക്കിന്റെ മുന്താണി വരുന്നത്. പല്ലു മൾട്ടി കളറിൽ തന്നെയുള്ള ഹാൻഡ് വർക്കിൽ സ്വീക്കൻസ് വർക്കിലായിരിക്കും കാന്ത വർക്ക് വരുന്നത് സാരിയിൽ. ബ്ലൗസ് വരുമ്പോൾ ആ ഒരു ബാക്ക് പോർഷനും രണ്ട് സ്ലീവും കംപ്ലീറ്റ് ആ ഒരു വർക്കിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കോമ്പിനേഷൻ, ഹാൻഡ് വർക്കിന്റെ കോമ്പിനേഷൻ മസ്റ്റേർഡ് യെല്ലോ ആൻഡ് ഡാർക്ക് കോഫി ബ്രൗൺ ആണ്. ഈ സാരീസിനെല്ലാം നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യാം. അപ്പം നല്ലൊരു ലുക്ക് ആയിരിക്കും സാരിക്ക് വരുന്നത്. ഇതിനൊക്കെ മസ്റ്റേർഡ് യെല്ലോ ബ്ലൗസ് നല്ല ഓപ്ഷനാണ്. ഡാർക്ക് കോഫി ബ്രൗൺ നല്ലൊരു ഓപ്ഷനാണ്. ഇതിന് മുൻപത്തെ സാരികളിലും ആ ഒരു ഡിഫറെന്റ് ലുക്കിൽ നമുക്ക് സാരി ഡ്രേപ്പ് ചെയ്യണമെങ്കിൽ ആ കോൺട്രാസ്റ്റിന്റെ ബ്ലൗസ് ഇടുകയാണെങ്കിൽ നല്ലൊരു ലുക്ക് ആയിരിക്കും സാരിക്ക്. ഇതിന്റെ വർക്ക് എല്ലാം സെയിം പാറ്റേൺ തന്നെയാണ്. അതേ ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് ആയിരിക്കും ഫുൾ സാരി വരിക. ഒരു കളർ പാലറ്റ് മാത്രമേ മാറിയിട്ടുള്ളൂ. ലൈറ്റ് ആൻഡ് ഡാർക്ക് മസ്റ്റേർഡിലായിരിക്കും ആ ഒരു ഫ്ലോറൽ ഡിസൈൻസും ഡാർക്ക് കോഫിയിലാണ് സ്റ്റെം വരുന്നത്. കാന്ത വർക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ഇതേ പാറ്റേണിൽ തന്നെ വിത്ത് സ്വീക്കൻസ് വർക്കിലായിരിക്കും സാരിയുടെ മുന്താണി. സെയിം ഫുൾ വർക്കിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ബാക്ക് പോർഷനിലും രണ്ട് സ്ലീവിലും ആ ഒരു വർക്ക് തന്നെയായിരിക്കും വരുന്നത്. ഇതായിരിക്കും സ്ലീവിൽ വരുന്ന വർക്ക്. അടുത്ത സാരി ആ ഒരു ഹാൻഡ് വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഫാബ്രിക് എല്ലാം സെയിം തന്നെ, കളർ പാലറ്റും സെയിം തന്നെ. പേൾ ക്രീമിൽ സോഫ്റ്റ് ലിനൻ തന്നെ സാരിയുടെ ഫാബ്രിക് വന്നിരിക്കുന്നത് വിത്ത് സിമ്പിൾ ബോർഡർ. ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് പറയുകയാണെങ്കിൽ ഗ്രീനിന്റെ തന്നെ ഡിഫറെന്റ് ടോൺ ആണ്. പാരറ്റ് ഗ്രീൻ, പീകോ ഗ്രീൻ ആൻഡ് അക്വാ ഗ്രീൻ, ഈ ഒരു കോമ്പിനേഷനിലാണ് ആ ഒരു മോട്ടീവ്സ് വരുന്നത്. ഹാൻഡ് വർക്ക് മോട്ടീവ്സ് വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും. ഒരു ഫ്രഞ്ച് നോട്ട്സും ബുള്ളി നോട്ട്സും വെച്ചിട്ടായിരിക്കും ആ ഒരു ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഫുൾ ബോഡിയിലും ഇതേ മോട്ടീവ്സ് തന്നെയാണ് വരുന്നത്. മുന്താണി കാന്ത വർക്കിൽ തന്നെയാണ് സാരിയുടെ പല്ലു വരുന്നത്. ഫുൾ ആ ഒരു ത്രെഡ് വർക്കിൽ തന്നെയായിരിക്കും ബോഡിയും മുന്താണി എല്ലാം വരുന്നത്. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരിക. സെയിം സ്റ്റൈലിൽ തന്നെ ഫുൾ വർക്കിൽ തന്നെയാണ്. ഇത് ബാക്ക് പോർഷനാണ് ബ്ലൗസിന്റെ. ബാക്ക് പോർഷന് രണ്ട് സ്ലീവിലും ഫുൾ വർക്ക് ആയിരിക്കും സാരിക്ക് വരുന്നത്. സെയിം അതേ ഹാൻഡ് വർക്ക് മോട്ടീവ്സ് എല്ലാം സെയിം തന്നെ. ആ കളർ പാലറ്റ് മാറിയിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ ഗ്രീൻ, ഒരു മസ്റ്റേർഡ് യെല്ലോയുടെ തന്നെ ഒരു ബ്രൗൺ ടിൻറ്റഡ് മസ്റ്റേർഡ് യെല്ലോ, ഐവറി ടോൺ, ഈ ഒരു കോമ്പിനേഷനിലായിരിക്കും ആ ഒരു ഹാൻഡ് വർക്ക് മോട്ടീവ്സ് വരിക. സെയിം അതേ മോട്ടീവ്സ് അവിടെ ബോഡി കംപ്ലീറ്റ് വരുന്നത്. പല്ലു വരുമ്പം കാന്ത വർക്ക് വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ഇതാണ് സാരിയുടെ ആ ഒരു ഫുൾ ലുക്ക് ഇങ്ങനെ വരും. ഫുൾ വർക്കിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ഒരു മസ്റ്റേർഡ് യെല്ലോയും ഗ്രീനും വെച്ചിട്ടുള്ള സ്മോൾ മോട്ടീവ്സ് ആയിരിക്കും ബ്ലൗസിൽ വരുന്നത്. നെക്സ്റ്റ് കളർ പാലറ്റ്, ഹാൻഡ് വർക്കിന്റെ കളർ പറയുകയാണെങ്കിൽ പേർപ്പിൾ, ഗ്രീൻ ആൻഡ് ലാവൻഡർ, 3 കളർ പാലറ്റിലാണ് സാരിയിൽ ആ ഒരു വർക്ക് വരുന്നത്. ബാക്കി എല്ലാം സെയിം തന്നെ. സോഫ്റ്റ് ലിനൻ കോട്ടൺ തന്നെയാണ് സാരിയുടെ ഫാബ്രിക്. പേൾ ക്രീം വിത്ത് സിമ്പിൾ ബോർഡർ. ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സിന്റെ ആ ഒരു കളർ പാലറ്റ് മാത്രമേ മാറുന്നുള്ളൂ. ഇതിൽ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ്. ഈ സാരീസിനെല്ലാം കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് ഡ്രിപ്പ് ചെയ്യണമെങ്കിൽ നല്ല ലുക്ക് ആയിരിക്കും കേട്ടോ. ഇതിനെല്ലാം പാരറ്റ് ഗ്രീൻ ബ്ലൗസ് നല്ലതായിരിക്കും. പേർപ്പിൾ ടോണ് നല്ലൊരു ലുക്കായിരിക്കും സാരിക്ക്.
ഒരു സട്ടിലായിട്ട് നിൽക്കണമെന്നുള്ളവർക്കാണെങ്കിൽ റണ്ണിങ് ബ്ലൗസ് ആ ഒരു പേൾ ക്രീമിൽ തന്നെ ഫുൾ വർക്കിൽ തന്നെയുള്ള ബ്ലൗസ് വരുന്നുണ്ട്. അതെല്ലാം കുറച്ചും കൂടി സാരി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കോൺട്രാസ്റ്റ് ബ്ലൗസ് ആയിരിക്കും എപ്പോഴും നല്ലത്. കാന്ത വർക്കിൽ തന്നെ മുന്താണി, സെയിം സ്റ്റൈൽ ബ്ലൗസ്. ബ്യൂട്ടിഫുൾ ലിനൻ സാരീസ് ആയിരുന്നു. ഹാൻഡ് വർക്കിൽ വന്ന വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ വന്ന കളക്ഷൻസ് ആയിരുന്നു. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടും ഒരു റിസപ്ഷനും എല്ലാം നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. കാരണം പേൾ ക്രീം ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു നൈറ്റ് ഫംഗ്ഷൻസിന് കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്യുന്ന പാറ്റേൺ ആണ്. ഇത് വരുന്നത് ലാസ്റ്റ് സാരിയാണ്. ഇതിലും ആ ഒരു നേവി ബ്ലൂ അക്വ ബ്ലൂ കോമ്പിനേഷനിലാണ് സാരി വന്നിരിക്കുന്നത്. ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഒരു ബ്ലൗസ് ഇതിന് നല്ല ആപ്റ്റാണ്. അങ്ങനെ ഡ്രേപ്പ് ചെയ്യുന്നവർക്ക് നമുക്ക് അങ്ങനെ ഡ്രേപ്പ് ചെയ്യാം. അതല്ല ഇതിന് കൂടെ വരുന്ന ബ്ലൗസും ഫുൾ വർക്കിൽ തന്നെയാണ്. ബാക്ക് പോർഷനും അതല്ല ഫ്രണ്ട് പോർഷനും രണ്ട് സ്ലീവും ഫുൾ വർക്കിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ഇതിന്റെ ഡീറ്റെയിലിംഗ് സെയിം തന്നെയാണ്. അതേ ആ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ ഹാൻഡ് വർക്ക് മോട്ടീവ്സ് തന്നെയായിരിക്കും വരിക. നേവി ബ്ലൂ, പൗഡർ ബ്ലൂ, ഗ്രീൻ ഈ ഒരു കോമ്പിനേഷനിലാണ് ഹാൻഡ് വർക്ക് മോട്ടീവ്സ് വരുന്നത് സാരിയിൽ. വിത്ത് സിമ്പിൾ ബോർഡർ. കാന്ത സ്റ്റിച്ചിൽ തന്നെയായിരിക്കും പല്ലു. സെയിം സ്റ്റൈൽ മുന്താണി. ആ ഒരു ഫുൾ വർക്കിൽ തന്നെയായിരിക്കും. ബാക്ക് പോർഷനിൽ രണ്ട് സ്ലീവിലും ഫുൾ വർക്കിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്.